ഇടത് ക്യാമ്പും വലിയ ആവേശത്തിലാണ്. ഇടത് ക്യാമ്പിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഒരുപാട് ഗുണം ചെയ്തു എന്നാണ് ഇടത് മുന്നണി പ്രവർത്തകർ കരുതുന്നതും. സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, ഇന്നിപ്പോൾ സ്വരാജിന്റെ പ്രചരണം എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? വൈകുന്നേരത്തെ കൊട്ടിക്കലാശത്തിന് പരമാവധി അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയായിരിക്കുമോ ഇടതു മുന്നണി പ്രവർത്തകരും? ആവേശമൊട്ടും കുറയുന്നില്ലല്ലോ ഇടത്തും. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏതായാലും ആവേശം ഒട്ടും ചോരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ മഴക്കാറുണ്ട്, പക്ഷേ ആ മഴക്കാറിനെയൊക്കെ മാറ്റിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു LDYFന്റെ റാലിയിൽ എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ നനഞ്ഞൊഴുകിയാണ് ആ റാലിയിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെയുള്ളൊരു സാഹചര്യം ഇന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മഴ ഏത് സമയം വേണമെങ്കിലും പെയ്യാം. LDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത് വഴിക്കടവ് മുതൽ ഈ കൊട്ടിക്കലാശം നടക്കുന്ന നിലമ്പൂർ വരെയാണ്. രാവിലെ 8 മണിക്ക് വഴിക്കടവിൽ നിന്ന് തുടങ്ങി ശേഷം എല്ലാ കേന്ദ്രങ്ങളും കവർ ചെയ്തുകൊണ്ട് വൈകിട്ടോടുകൂടി നിലമ്പൂരിൽ എത്തുന്ന തരത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ആകാശങ്ങളിലാണ് ഇപ്പോൾ ഇടതു പ്രവർത്തകർ എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടന്ന ഒരു പ്രത്യേക ഒരു സർജിക്കൽ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ, ഇടതിൻ്റെ ഒരു സർജിക്കൽ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. VV പ്രകാശിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സന്ദർശിക്കാനുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നത്. ആ തീരുമാനം വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇടത് ക്യാമ്പിലെ വലിയ വിലയിരുത്തൽ. അതടക്കം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ പ്രവർത്തനങ്ങളിലടക്കം അത് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൊട്ടിക്കലാശം അങ്ങേയറ്റം വലിയൊരു ആഘോഷം തന്നെയാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇടത് ക്യാമ്പ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കൃത്യമായി ചുമതല കൊടുത്തുകൊണ്ടാണ് ആളുകളെ. VV പ്രകാശിന്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോയിരുന്നോ? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യം നമ്മൾ സ്വരാജിനോടും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതിന് നോക്കിയല്ല താൻ വോട്ട് ചോദിക്കാൻ പോയത്. താനും VV പ്രകാശിൻ്റെ കുടുംബവും VV പ്രകാശും ഒക്കെയായി വലിയ അടുപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്ത് തന്നെ താനുമായി നല്ല അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സന്ദർശനം മാത്രമായി കണ്ടാൽ മതി. UDF സ്ഥാനാർത്ഥി പോകാത്ത അല്ലെങ്കിൽ അത്തരം വിവാദം ഉണ്ടാകുന്ന ഒരു സന്ദർശനമായി തൻ്റെ സന്ദർശനത്തിന് കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു സന്ദർശനം ഇപ്പോൾ എല്ലാവരിലും ചർച്ചയായിരിക്കുന്നു എന്നുള്ളതിന് വലിയ സംശയവുമില്ല. ശരി സനിയോ, ഉഷാറാവട്ടെ. ആകാശം മേഘാവൃതമാണെങ്കിലും മുന്നണികൾക്ക് വലിയ പ്രതീക്ഷയാണ്, നെഞ്ചിടിപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ.